നമസ്കാരം. എല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും PSC പള്ളിക്കൂടത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് LP UP എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. മനഃശാസ്ത്രം എന്ന ഭാഗത്തെ 25 കിഡിലൻ ചോദ്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലേ? എക്സാം അടുത്തു. ഇനി നമ്മൾ പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് PSC പള്ളിക്കൂടം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: മനോസാമൂഹിക വികാസ സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? മനോസാമൂഹിക വികാസ സിദ്ധാന്തം, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലേ, അതിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ കിട്ടിയോ? ഓപ്ഷൻ സി ആണ് അല്ലേ, എറിക് എറിക്സൺ. എറിക് എറിക്സൺ ആണ് മനോസാമൂഹിക വികാസ സിദ്ധാന്തത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം: ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഫീൽഡ് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? കർട്ട് ലെവിൻ ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ്, കർട്ട് ലെവിൻ ആണ് ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. അടുത്ത ചോദ്യം: ലക്ഷ്യം നേടാൻ വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയെ ലെവിൻ വിശേഷിപ്പിച്ചത്. ലക്ഷ്യം നേടാൻ വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയെ ലെവിൻ വിശേഷിപ്പിച്ചത് എന്താണ്? ആൻസർ ഒന്ന് ഓർത്ത് നോക്കിയേ. കിട്ടിയോ? ആൻസർ ഏതാണ്? ഡ്രൈവ് ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ, ഡ്രൈവ്. ലക്ഷ്യം നേടാൻ വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയെ ലെവിൻ വിശേഷിപ്പിച്ചത് ഡ്രൈവ് എന്നാണ്. മനസ്സിലായോ? അടുത്ത ചോദ്യം: വ്യക്തിയുടെയോ ഒരു കൂട്ടം വ്യക്തികളുടെയോ ഒരു നിശ്ചിത സമയത്തെ വ്യവഹാരം ഗണിതശാസ്ത്ര തത്വങ്ങൾക്കനുസരിച്ച് നിർവചിക്കാമെന്ന് ലെവിനും മറ്റു ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ലെവിൻ്റെ സിദ്ധാന്തം ഡാഷ് എന്നുകൂടി അറിയപ്പെടുന്നു. ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ. ഏതാണ് ആൻസർ? ടോപ്പോളജിക്കൽ അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ, ടോപ്പോളജിക്കൽ എന്നതാണ് ലെവിൻ്റെ സിദ്ധാന്തം. അതായത് വ്യക്തിയുടെയോ ഒരു കൂട്ടം വ്യക്തികളുടെയോ ഒരു നിശ്ചിത സമയത്തെ വ്യവഹാരം ഗണിതശാസ്ത്ര തത്വങ്ങൾക്കനുസരിച്ച് നിർവചിക്കാമെന്ന് ലെവിനും മറ്റു ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞരും അഭിപ്രായപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ലെവിൻ്റെ സിദ്ധാന്തം എന്തറിയപ്പെടുന്നു? ടോപ്പോളജിക്കൽ എന്നുകൂടി അറിയപ്പെടുന്നു. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ പ്രത്യക്ഷണത്തിന് കാരണമാകാത്ത ഘടകം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ പ്രത്യക്ഷണത്തിന് കാരണമാകാത്ത ഘടകം ഏതാണ്? ആൻസർ ഏതാണ്? ഗ്രഹണമാണ് അല്ലേ, ഗ്രഹണം. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൽ പ്രത്യക്ഷണത്തിന് കാരണമാകാത്ത ഘടകമാണ് ഗ്രഹണം. അപ്പോൾ സാമീപ്യം, സാദൃശ്യം, സമ്പൂരണം ഇതെല്ലാം കാരണമാകുന്ന ഘടകങ്ങളാണ്. അടുത്ത ചോദ്യം: ലെവിൻ്റെ സിദ്ധാന്തത്തിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തി എന്താണ്? ലെവിൻ്റെ സിദ്ധാന്തത്തിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തി എന്താണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഓപ്ഷൻ എ: ഓരോ പഠിതാവിൻ്റെയും വ്യവഹാരം മനസ്സിലാക്കാൻ കഴിയുന്നു. ജീവിത സ്ഥലത്തെ അനുകൂല വെക്ടറുകളുടെ ചലനത്തെ നിയന്ത്രിക്കാൻ അധ്യാപകന് കഴിയുന്നു. ഓപ്ഷൻ സി: അഭിപ്രേരണ നിലനിർത്തി ലക്ഷ്യം നിർണ്ണയിക്കാൻ അധ്യാപകന് സാധിക്കുന്നു. ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ ബി ആണ് അല്ലേ, ജീവിത സ്ഥലത്തെ അനുകൂല വെക്ടറുകളുടെ ചലനത്തെ നിയന്ത്രിക്കാൻ അധ്യാപകന് കഴിയുന്നു എന്നതാണ് ആൻസർ. ലെവിൻ്റെ സിദ്ധാന്തത്തിൻ്റെ വിദ്യാഭ്യാസ പ്രസക്തി എന്താണ്? ജീവിത സ്ഥലത്തെ അനുകൂല വെക്ടറുകളുടെ ചലനത്തെ നിയന്ത്രിക്കാൻ അധ്യാപകന് കഴിയുന്നു. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം: ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ കേന്ദ്ര ആശയം എന്താണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ കേന്ദ്ര ആശയം എന്താണ്? ആൻസർ കിട്ടിയോ? പ്രത്യക്ഷണമാണ് അല്ലേ, പെർസെപ്ഷൻ. പ്രത്യക്ഷണമാണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിൻ്റെ കേന്ദ്രാശയം. ഓപ്ഷൻ ബി ആണ് ആൻസർ, പ്രത്യക്ഷണം. അടുത്ത ചോദ്യം: മേൽക്കൊടുത്ത ചിത്രത്തെ സമചതുരത്തിലുള്ള 4 വരി സെറ്റായി നാം കാണുന്നു. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലെ ഏത് നിയമമാണിത്? നമ്മൾ മുകളിൽ കുറച്ച് ചതുരങ്ങൾ കാണുന്നുണ്ട് അല്ലേ. ആ ചിത്രത്തെ സമചതുരത്തിലുള്ള 4 വരി സെറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലെ ഏത് നിയമമാണിത്? ഏതാണ്? ആൻസർ ഏതാണ്? സാമീപ്യ നിയമമാണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് ആൻസർ, സാമീപ്യ നിയമം. അതായത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലെ സാമീപ്യ നിയമം അനുസരിച്ചാണ് നമ്മൾ ഈ സമചതുരങ്ങളെ 4 വരി സെറ്റായി കാണുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം നോക്കാം.
ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഓപ്ഷൻസ് നോക്കാം. ഈ ചിന്താധാര പിന്നീട് ഐസോമോർഫിസം എന്നറിയപ്പെട്ടു. ഇത് ഊന്നൽ നൽകുന്നത് സമഗ്രമായ രൂപഘടനയ്ക്കും പ്രത്യക്ഷണത്തിനുമാണ്. വസ്തുക്കളെ നാം കാണുന്നത് സമഗ്രതയിൽ നിന്ന് ഭാഗങ്ങളിലേക്കാണ്, അല്ലാതെ ഭാഗങ്ങളിൽ നിന്ന് സമഗ്രതയിലേക്കല്ല. ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം. ഏതാണ് ആൻസർ വരിക? ഇവയെല്ലാം എന്നതാണ് ആൻസർ അല്ലേ? ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നതാണ് ആൻസർ വരിക. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഈ പ്രസ്താവനകളെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, അന്തർദൃഷ്ടി സിദ്ധാന്തം കോഹ്ലർ പരീക്ഷിച്ചത് ഏതു ജീവിയിലാണ്? അന്തർദൃഷ്ടി സിദ്ധാന്തം ഇൻറ്റ്യൂഷൻ കോഹ്ലർ പരീക്ഷിച്ചത് ഏതു ജീവിയിലാണ്? കുരങ്ങിലാണ് അല്ലേ? ഓപ്ഷൻ ബി കുരങ്ങ് എന്നതാണ് ആൻസർ. അന്തർദൃഷ്ടി സിദ്ധാന്തം കോഹ്ലർ പരീക്ഷിച്ചത് കുരങ്ങ് എന്ന ജീവിയിലാണ്. മനസ്സിലായോ? അടുത്ത ചോദ്യം, ഫൈ പ്രതിഭാസം ഏതു മനഃശാസ്ത്ര ചിന്താധാരയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഫൈ പ്രതിഭാസം ഏതാണ് ആൻസർ വരിക? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് ആൻസർ അല്ലേ? ഫൈ പ്രതിഭാസം ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. അടുത്ത ചോദ്യം, ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ക്ലാർക്ക് ഹാൾ ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലാർക്ക് ഹാൾ ആണ് ആവശ്യ ന്യൂനീകരണ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. ആരാണ്? ക്ലാർക്ക് ഹാൾ. അടുത്ത ചോദ്യം, ക്ലാർക്ക് ഹാൾ അഭിപ്രേരണ സിദ്ധാന്ത പരീക്ഷണത്തിനായി ഉപയോഗിച്ച ജീവി. ക്ലാർക്ക് ഹാൾ അഭിപ്രേരണ സിദ്ധാന്ത പരീക്ഷണത്തിനായി ഉപയോഗിച്ച ജീവി ഏതാണ്? ആൻസർ? ഒന്ന് ഓർത്ത് നോക്കിയേ. എലി എന്നതാണ് ആൻസർ അല്ലേ? ക്ലാർക്ക് ഹാൾ അഭിപ്രേരണ സിദ്ധാന്ത പരീക്ഷണത്തിനായി ഉപയോഗിച്ച ജീവി എലിയാണ്. അപ്പോൾ ഹാളിലൊക്കെ എലിയാണ് എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പോൾ ആൻസർ വേഗം കിട്ടുമല്ലോ. ഹാളിൽ അവിടെ ഇവിടെയൊക്കെ ആക്കി എലിയുണ്ട് എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതിയല്ലോ. ക്ലാർക്ക് ഹാൾ അഭിപ്രേരണ സിദ്ധാന്ത പരീക്ഷണത്തിനായി ഉപയോഗിച്ച ജീവി ഏതാണ്? എലിയാണ്. അടുത്ത ചോദ്യം, ഹള്ളിൻ്റെ പ്രബലന സിദ്ധാന്തത്തിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഹള്ളിൻ്റെ പ്രബലന സിദ്ധാന്തത്തിലെ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യം, അഭിപ്രേരണ, പിന്നെ ഡാഷ്, പ്രയത്നം, വിജയം. അവിടെ ഏതാണ് വരിക? ഓപ്ഷൻസ് ഒന്ന് നോക്കിയേ. സംതൃപ്തിയുണ്ട്, ആഗ്രഹമുണ്ട്, പിരിമുറുക്കമുണ്ട്, ഡ്രൈവ് ഉണ്ട്. ഏതാണ് അവിടെ വരിക? ആൻസർ ഓപ്ഷൻ സി ആണ്. പിരിമുറുക്കം എന്നതാണ് ആൻസർ അല്ലേ? ആവശ്യം, അഭിപ്രേരണ, പിരിമുറുക്കം, പ്രയത്നം, വിജയം. ഇതാണ് ഹള്ളിൻ്റെ പ്രബലന സിദ്ധാന്തം. ഇത് പഠിച്ചു വെക്കണം. ഏതൊക്കെയാണ്? ആവശ്യം, അഭിപ്രേരണ, പിരിമുറുക്കം, പ്രയത്നം, വിജയം. ഓക്കെ. അപ്പോൾ അടുത്ത ചോദ്യം, ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് തിയറി എന്നും അറിയപ്പെടുന്ന സിദ്ധാന്തം ഏത്? ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് തിയറിയാണ്. ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് തിയറി എന്നും അറിയപ്പെടുന്ന സിദ്ധാന്തം ഏതാണ്? പ്രബലന സിദ്ധാന്തമാണ് അല്ലേ? ഓപ്ഷൻ ബി ആണ് പ്രബലന സിദ്ധാന്തം. അപ്പോൾ ഹൈപ്പോതെറ്റിക്കോ ഡിഡക്റ്റീവ് തിയറി എന്നറിയപ്പെടുന്ന സിദ്ധാന്തം ഏതാണ്? പ്രബലന സിദ്ധാന്തം. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്നത് ആര്? അപ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്നത് ആരാണ്? ക്ലാർക്ക് ഹാൾ ആണ് അല്ലേ? ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലാർക്ക് ഹാൾ ആണ് താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്നത്. ആരാണ്? ക്ലാർക്ക് ഹാൾ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാർക്ക് ഹാളിൻ്റെ അഭിപ്രായത്തിൽ ചോദക പ്രതികരണ ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കാൻ സഹായിക്കുന്നത്. ക്ലാർക്ക് ഹാളിൻ്റെ അഭിപ്രായത്തിൽ ചോദക പ്രതികരണ ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കാൻ സഹായിക്കുന്നത് ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. ഇവയെല്ലാം എന്നതാണ് ആൻസർ അല്ലേ? ഓപ്ഷൻ ഡി ആണ്. ഇവയെല്ലാം എന്നതാണ് ആൻസർ. ഏതൊക്കെയാണ്? സമ്മാനിത അഭിപ്രേരണ, സുദൃഢശീലം, ചോദകം. ഇതെല്ലാം ക്ലാർക്ക് ഹാളിൻ്റെ അഭിപ്രായത്തിൽ ചോദക പ്രതികരണ ബന്ധത്തിൻ്റെ ശക്തി വർദ്ധിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവയെല്ലാം എന്നതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ഭാഷാർജനത്തിനുള്ള മസ്തിഷ്ക ഘടന ജന്മസിദ്ധമാണ്. കുട്ടികൾ ഭാഷ ആർജിക്കാനുള്ള മസ്തിഷ്ക സംവിധാനത്തോടു കൂടിയാണ് ജനിച്ചു വീഴുന്നത്. ചോംസ്കി ഇതിനെ വിശേഷിപ്പിച്ചത് എന്താണ്?
ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഭാഷാർജന സംവിധാനം. എന്താണ്? ഭാഷാർജന സംവിധാനം, ഭാഷ ആർജിക്കാനുള്ള സംവിധാനം അല്ലേ, അത് നമുക്ക് ചോദ്യത്തിൽ തന്നെയുണ്ട്. അപ്പോൾ ഭാഷാർജനത്തിലുള്ള മസ്തിഷ്ക ഘടന ജന്മസിദ്ധമാണ്. കുട്ടികൾ ഭാഷ ആർജിക്കാനുള്ള മസ്തിഷ്ക സംവിധാനത്തോടു കൂടിയാണ് ജനിച്ചു വീഴുന്നത്. അപ്പോൾ നോം ചോംസ്കി ഇതിനെ വിശേഷിപ്പിച്ചത് ഭാഷാർജന സംവിധാനം എന്നാണ്. എന്താണ്? ഭാഷാർജന സംവിധാനം. മനസ്സിലായോ? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നമ്മൾ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഏതാണ് ശരിയായത്? ഓപ്ഷൻസ് വിശദമായി വായിച്ച് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഏതാണ് ആൻസർ വരിക? മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മേൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അനുകരണമാണ് ഭാഷാപ്രയോഗത്തിൻ്റെ അടിസ്ഥാനമെന്ന ഘടനാവാദികളുടെ അഭിപ്രായത്തെ ചോംസ്കി അംഗീകരിക്കുന്നില്ല. അതുപോലെ ചോംസ്കി എന്താണ് പറഞ്ഞത്? ഭാഷ ജന്മന ആർജിക്കുന്നതാണ് എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ കുട്ടികൾ ഭാഷ പഠിക്കുന്നതിന് ഒരു സാർവലൗകിക ക്രമമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് കുട്ടിയുടെയും ഭാഷാർജന രീതിയും ഭാഷാഘടനയോടുള്ള മസ്തിഷ്ക സമീപനവും സാർവലൗകികമായ ഒന്നാണ് എന്നെല്ലാം ചോംസ്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേൽപ്പറഞ്ഞവയെല്ലാം ശരിയാണ്. അപ്പോൾ അതാണ് ആൻസർ വരിക. അടുത്ത ചോദ്യം, ഭാഷാ സമഗ്രതാ ദർശനം ഉടലെടുത്തത്. ഭാഷാ സമഗ്രതാ ദർശനം ഉടലെടുത്തത്. ഓപ്ഷൻസ് ഒന്ന് നോക്കൂ. ഏതാണ് ആൻസർ വരിക? ഇവയിലെല്ലാം നിന്ന് എന്നതാണ് ആൻസർ അല്ലേ. ഓപ്ഷൻ ഡി, ഇവയിലെല്ലാം നിന്ന് എന്നതാണ് ആൻസർ. അതായത് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദത്തിൽ നിന്ന്, സാർവലൗകിക വ്യാകരണത്തിൽ നിന്ന്, അന്തർദൃഷ്ടി സിദ്ധാന്തത്തിൽ നിന്ന്, ഇതിൽ നിന്നെല്ലാമാണ് ഭാഷാ സമഗ്രതാ ദർശനം ഉടലെടുത്തത്. അപ്പോൾ ഇവയിൽ നിന്നെല്ലാം എന്നതാണ് ആൻസർ വരിക. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, സംഘർഷഘട്ട സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സംഘർഷഘട്ട സിദ്ധാന്തം അല്ലേ, കോൺഫ്ലിക്റ്റ് സ്റ്റേജ് തിയറിയുടെ ഉപജ്ഞാതാവ് ആരാണ്? എല്ലാവർക്കും അറിയായിരിക്കും ആൻസർ. ഏതാണ് വരിക? എറിക് എറിക്സൺ ആണ് അല്ലേ. ഓപ്ഷൻ സി, എറിക് എറിക്സൺ ആണ് സംഘർഷഘട്ട സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് സ്റ്റേജ് തിയറി കണ്ടാൽ അപ്പം തന്നെ ആൻസർ ചെയ്യുക എറിക് എറിക്സൺ ആണ്. അപ്പോൾ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. 25ാമത്തെ ചോദ്യമാണ്. അപ്പോൾ അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റായി രേഖപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഊർജ്ജം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹൈസ്കൂൾ കുട്ടി അനുഭവിക്കുന്ന സംഘർഷഘട്ടം ഏതാണ്? എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹൈസ്കൂൾ കുട്ടി, നമ്മൾ പറഞ്ഞു സംഘർഷഘട്ട സിദ്ധാന്തം എറിക്സണിൻ്റെ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു സംഘർഷഘട്ടം അല്ലേ, ഹൈസ്കൂൾ കുട്ടി അനുഭവിക്കുന്ന സംഘർഷഘട്ടം ഏതാണ്? ഓപ്ഷൻസ് ഒന്ന് വായിച്ച് നോക്കിയേ. ആൻസർ ഏതാണ്? അസ്തിത്വബോധത്തിൻ്റെയും വ്യാകുലതയുടെയും. ഓപ്ഷൻ സി ആണ് ആൻസർ. അസ്തിത്വബോധത്തിൻ്റെയും വ്യാകുലതയുടെയും സംഘർഷഘട്ടമാണ് ഒരു ഹൈസ്കൂൾ കുട്ടി അനുഭവിക്കുന്ന സംഘർഷഘട്ടം. ആരുടെ അഭിപ്രായത്തിൽ? എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ. ഏതാണ് ആൻസർ വരിക? അസ്തിത്വബോധത്തിൻ്റെയും വ്യാകുലതയുടെയും സംഘർഷഘട്ടം. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. മനഃശാസ്ത്രത്തിൽ PSC ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് അറിയുന്നവരും അറിയാത്തവരും എല്ലാം പലതവണ കേട്ട് പഠിക്കുക. അപ്പോൾ 25ൽ 25 മാർക്ക് നേടിയവരുണ്ടാവാം, ഇനി മാർക്ക് കുറഞ്ഞവരും ഉണ്ടാവും. എല്ലാവരും അവരവർക്ക് കിട്ടിയ മാർക്ക് കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ PSC പള്ളിക്കൂടം എന്ന ചാനലിലെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസുമായി അല്ലെങ്കിൽ അടുത്ത മോക്ക് ടെസ്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.